അരിമ്പൂർ പഞ്ചായത്തിൽ 14 പേർ ഡെങ്കിപ്പനി ബാധിതരായി ചികിത്സയിൽ. 1.5 മാസത്തിനുള്ളിൽ അരിമ്പൂർ പഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50ആയി. വീട് വീടാന്തരം ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അരിമ്പൂർ പഞ്ചായത്തിൽ 1.5 മാസത്തിനുള്ളിൽ 34 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു. ഇതിൽ ഭൂരിപക്ഷം പേർക്കും പുറമേ നിന്നുള്ള സമ്പർക്കത്തിലാണ് ബാധിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 6-9 വാർഡുകളിലാണ് കൂടുതൽ പേർ ഡെങ്കിപ്പനി ബാധിതരായത്. വെള്ളം കെട്ടിനിൽക്കുന്നതാണ് ഡെങ്കിപ്പനിക്ക് കാരണമായ കൊതുകുകൾ പെരുകാനിടയാക്കുന്നതെന്നും ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദീപക് മേനോൻ പറഞ്ഞു. നമുക്ക് അരിമ്പൂർ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ 14ഓളം ആക്റ്റീവ് ഡെങ്കു കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പക്ഷേ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഇതിന് മതിയായ റെസ്റ്റും നിർജ്ജലീകരണം തടയാനുള്ള നടപടികളും കൊണ്ട് മാത്രം നമുക്ക് യോഗം ചികിത്സിക്കാവുന്നതാണ്. കൂടാതെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ കൊതുക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള ആക്റ്റീവായിട്ടുള്ള ശ്രമം ഓരോരുത്തരുടെ പക്കൽ നിന്നും ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെങ്കിപ്പനി മൂലം മേഖലയിൽ ആരും ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരാൾക്ക് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ളവർ അതീവ ജാഗ്രതയിലാണ്. പരിസര മലിനീകരണം, വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം, പൊന്തക്കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയവയാണ് കൊതുകുകൾ വളരാൻ ഇടയാക്കുന്നത്. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകളിലെത്തി ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതായി ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ പറഞ്ഞു. ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും കൊതുക് വരുന്ന ഭാഗങ്ങൾ കൂത്താടികളെ നശിപ്പിച്ചു കളഞ്ഞു. പൊതുവെ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടാണ് നമ്മളിപ്പോ ഫോഗിങ് എല്ലാ വാർഡുകളിലും പോയി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തും ലൂസായിട്ട് പോണില്ല. TCV ന്യൂസ്, തൃശൂർ.